ഒരാളാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണന് ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കണമായിട്ടുള്ളതുണ്ട്. അതിന് വ്യാസഗീത എന്നാ പേര്. എനിക്ക് എത്രയായിട്ടും ഒരു വിഷമം തോന്നുക, എങ്ങനെയാണ് അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ഒരു വെറും വ്യാധൻ മൃഗങ്ങളെ കൊന്ന് മുറിച്ച് വിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അത് പറയാൻ പറ്റുമോ? അങ്ങോട്ട് ബോധ്യം വന്നിരുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ സൂപ്പർഫിഷ്യൽ പുറമുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഇത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നിയിരിക്കുക. അയാളെ സംബന്ധിച്ചോളം അതൊക്കെ ചെയ്യുന്നത് അയാളുടെ ശരീരവും മനസ്സും ബുദ്ധിയാണ്. അദ്ദേഹം അതിൻ്റെ സാക്ഷിയാണ്, ഗുണാതീതനാണ്. അദ്ദേഹമൊന്നും അറിയണേയില്ല അങ്ങനെയൊന്നും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊല്ലണമെന്നില്ല, മുറിക്കണമെന്നില്ല, കച്ചവടം ചെയ്യുന്നില്ല. ജീവിതത്തിൽ യാദൃച്ഛികമായിട്ട് വന്നു പെട്ടത് അവിടെയാണ്. അപ്പോൾ അവിടെ അതാ ചെയ്യേണ്ടത് പറഞ്ഞാൽ, അതേ നേരം നിർത്ത് ഒരു ക്ഷേത്രത്തിൽ പൂജാരിയുടെ മകനായിട്ടാണെങ്കിൽ അദ്ദേഹം പൂജ ചെയ്യിക്കും. ഇതേ നിസ്സംഗത ഉണ്ടാവും അവിടെയും. ഇതിനും ഒരു വ്യത്യാസമില്ല, സംഘമില്ല. അപ്പോൾ മാത്രം ആ ആൾക്ക് മാത്രമേ ഇങ്ങനെ ഈ മഹത്തായ കാര്യങ്ങൾ. എനിക്ക് എന്തെങ്കിലും സംഘം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റൊരാൾ നിങ്ങൾക്ക് സംഘം ഉണ്ടാവരുതെന്ന് പഠിപ്പിച്ചു തരിക? എനിക്കൊട്ടും സംഘം ഉണ്ടാവരുത്. അപ്പോഴല്ലേ അതിൻ്റെ കഥ പറയുന്നത്. അതാണെന്ന് ഇപ്പം ഇത് പറയുന്നത്. നിവർത്താനി എന്നാ കാംക്ഷതി എന്നാ ദേഷിക്കുന്നുമില്ല, കാംക്ഷിക്കുന്നില്ല. സ്ഥിതപ്രൻ്റെ കഥ പറയുമ്പോൾ അവിടെ ആദ്യം പറഞ്ഞു എന്തെന്നത്? പ്രജഹാദി യഥാ കാമാൻ സർവാൻ മാർത്ഥ മനോഗതാൻ. മനസ്സിലേക്ക് ഈ കാമങ്ങൾ വരും എന്നാണല്ലോ, മനസ്സിലേക്ക് വരുന്ന കാമങ്ങളെ അപ്പപ്പോൾ അയാൾ പ്രഹർഷയാണ് ജയിക്കൊരു കൊല്ലുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വലിയ സ്ഥിതപ്രനാണെങ്കിലും മനസ്സുണ്ട് അയാൾക്ക്. പക്ഷേ ആ മനസ്സിൻ്റെ പ്രഭാവം അയാളെ ബാധിക്കാൻ സമ്മതിക്കില്ല. നമ്മളും മഹാത്മാക്കളെന്നല്ല, ദുഃഖം എന്നുള്ളതൊക്കെ വരും അവർക്ക്. പക്ഷെ അത് മനസ്സ് വരെ നിൽക്കുള്ളൂ. ബുദ്ധി മനസ്സിനാ ദുഃഖം. ഞാൻ ആ ദുഃഖം കാണുന്ന ആളാണ് മനസ്സിൻ്റെ. അപ്പോൾ അയാൾക്ക് വിഷമമില്ലല്ലോ. ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ സാക്ഷി എന്ന് പറയുന്ന ആളെങ്ങനെയാണ്? രണ്ടു കൂട്ടർ തമ്മിൽ ലഹള കൂട്ടുകയാണെങ്കിൽ സാക്ഷിക്ക് ഒന്നും അറിയില്ല, നോക്കി നിൽക്കണുള്ളൂ. പക്ഷെ അയാളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഗുണാദി എന്ന് പറഞ്ഞാൽ ഏകദേശം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കാര്യങ്ങളിലൊക്കെ അഹങ്കാരത്തിൻ്റെ അടക്കം സാക്ഷിയാണ്. എന്നാ കാംക്ഷതിയും അയാളെയാണ് ഗുണാതീത. ഗുണാതീത ഈ പറഞ്ഞ ആൾ. അപ്പോൾ സാക്ഷി രൂപത്തിൽ നിൽക്കുക. എല്ലാ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ആകാശത്തെ പറ്റി പറയുന്നുണ്ട്. ആകാശത്തിൽ എന്തൊക്കെയോ നടക്കണു. വായുവിൻ്റെ കഥ, സൂര്യൻ ചന്ദ്രന്മാർ നടക്കണു, വെള്ളത്തിൻ്റെ കാര്യമുണ്ട്, ഭൂമി മല്ലേ സുനാമി എന്തൊക്കെയോ നടക്കണു. ഇതൊന്നുണ്ടായിട്ടും ആകാശത്തിനെ ഇത് ബാധിക്കുക. കാരണം ആകാശം പറയുമ്പോൾ ജഡാണ്. എന്നിട്ടും അതിനൊരു പൂർണ്ണത ഉണ്ട് ഈ ആകാശത്തിന്. ആ പൂർണ്ണത ഉണ്ടാവുകൊണ്ട് ആകാശത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആകാശം പരിമിതമാവണം. പരിമിതമായാലേ സാധിക്കുള്ളൂ. ജഡമായ ആകാശത്തിനെ പോലും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കോടാനുകോടി പ്രവർത്തനങ്ങൾ ബാധിക്കുന്നില്ലെങ്കിൽ ഈ ആകാശത്തിന് പോലും സാക്ഷിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ഗുണത്തിനും അതീതമായിട്ടുള്ള ബോധസ്വരൂപനായിരിക്കുന്ന ഗുണാതീതന് ഇതെങ്ങനെയാണ് ബാധിക്കുക? അയാൾക്കൊന്നും ബാധിക്കില്ല. കാരണം ബാധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണെങ്കിലേ ബാധിക്കുകയുള്ളൂ. ബാധ അല്ലേ, ഒന്ന് അല്ലേ, റിലേഷൻ, ബന്ധിക്കുക, രണ്ടുണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് ബോധ്യം വന്നിരിക്കണം. 3 ഗുണങ്ങളിൽ നിന്ന് അപർത്താധ്യം നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇത് സാധിക്കില്ല എന്ന് ഭംഗേന്ദ്രേണ പറയണം. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കഥ പറയല്ല, എന്തു പറഞ്ഞാലും യാതൊരു പരിഭ്രമവുമില്ല. ഭാഗവത്തിലൊരു കഥ ഉണ്ട്, ദധീചി മഹർഷിയുടെ. ഇന്ദ്രൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുതുകല്ല് വേണം, ഒരു വില്ലുണ്ടാക്കാൻ, വൃത്രത്തിന് വില്ല്. അപ്പോൾ വന്നിട്ട് പറയും എന്താ വേണ്ട ചോദിച്ചു. അങ്ങടെ മുതുകല്ല് കൊണ്ട് തന്നാ തിരക്കില്ല എന്ന് പറയും. അപ്പോൾ ദധീചി മഹർഷി ചിരിച്ചിട്ട് പറയും, അറിയാൻ വേണ്ടിയിട്ടാണ്, എന്താ നീ പറഞ്ഞ ഇന്ദ്ര, ആരെങ്കിലും അവനവൻ്റെ മുതുകല്ല് കൊടുക്കുക, പക്ഷേ മരിച്ചോളാൻ പറയല്ലേ, എന്നിട്ട് സാധിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ പതിവുണ്ടോ വെച്ചു. അപ്പോൾ ഇന്ദ്രൻ രസമായിട്ടൊരു ഉത്തരം പറയും. കാരണം അതേ, അപ്പോൾ അങ്ങൊരു മഹർഷിയാണ്, സ്വാർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങയ്ക്കും സ്വാർത്ഥമുണ്ടല്ലോ, കാരണം ആ എല്ല് തരാൻ വയ്യല്ലോ. അപ്പോൾ സ്വാർത്ഥം കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് സ്വാർത്ഥം ഉണ്ടെങ്കിൽ എനിക്ക് സ്വാർത്ഥം ഉണ്ടെങ്കിൽ അങ്ങയ്ക്കും സ്വാർത്ഥമുണ്ട്, പിന്നെ ഇപ്പോൾ എന്താ നിങ്ങൾക്കൊരു പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പോൾ മഹർഷി ചെറിക്കും. കാരണം ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. കാരണം നീ നിൽക്കുന്നത് ഗുണങ്ങളില്ല, ഞാൻ ഗുണങ്ങളുടെ അതീതനാ.
ത്രിഗുണാതീതനാണ്. എനിക്ക് ദേഹത്തിൻ്റെ ആവശ്യമില്ല, ദേഹം നിൽക്കണേ നിന്നോട്ടെ പൊക്കണേ പൊക്കട്ടെ, എന്താ അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്നാൽ ശരി എന്നൊരു കാര്യം എടുത്തു കൊണ്ടുപോയിക്കോ, ഒരു മിനിറ്റ് ഈ ആത്മാവിൻ്റെ ഇതൊന്നും ഉടിയിപ്പിച്ചലാം, എന്നാൽ പിന്നെ അതൊക്കെ സാധിക്കും. എന്ന് വിട്ടതിന് ശേഷം പിന്നെ അദ്ദേഹനെ എടുത്തു എന്നൊക്കെയാണ് കഥ. ഇത് ആ കഥയൊക്കെ പറയുന്നത് ഈ അദ്ദേഹം ത്രിഗുണാതീതനാണെന്ന് കാണിക്കാനാണ്. അവിടെ ത്രിഗുണാതീതന് ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാൽ ബന്ധമുണ്ടെന്ന് തോന്നുകയും ചെയ്യും. ഇപ്പോൾ വേഷം കെട്ടി നിൽക്കണ പോലെ വേഷം അടഴിച്ചാൽ അയാൾ പഴയാളാണ് അല്ലേ. ഇപ്പോൾ കൃഷ്ണനായർ ഒരു വേഷം കെട്ടിയാൽ വീഴുമ്പോൾ ദുര്യോധനവും ആ ദുര്യോധനായിട്ട് അഭിനയിക്കുമ്പോഴേക്കും ആൾക്കറിയാം അയാൾ കൃഷ്ണനായരാന്ന്. പക്ഷേ അയാൾ ദുര്യോധനെ പോലെ അഭിനയിക്കണമല്ലോ, കൃഷ്ണനായരെ പോലെ അഭിനയിച്ചാൽ കളിയോ ശരിയാവില്ലോ. അതുപോലെയാണ് ആര് ഈ ത്രിഗുണാതീതൻ. അയാൾ ഒക്കെ അറിയാം കാര്യങ്ങളൊക്കെ. ആവശ്യമ്പോൾ നടിക്കുമ്പോൾ ധർമ്മവ്യാസനെ പോലെ അതാണ് ഈ നടക്കും, ബ്രാഹ്മണനെ പോലെ അതും നടിക്കും. അതൊക്കെ കുപ്പായാണ്. അവർക്ക് ഇതൊന്നും യാതൊരു ബാധകമില്ല. അങ്ങനെ സാധിക്കുന്നുള്ളതാണല്ലോ ഇപ്പോൾ നടനം. നമ്മുടെ ജീവിതം തന്നെ ഒരു നടനാണ്. ഈശ്വരൻ മനുഷ്യൻ്റെ കയ്യിലുള്ളത് ഒരു നടനം കാണാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെയാണ് ഇരിക്കുക അവർ. അടുത്തത് പറയുന്നത് ഉദാസീന വദാസീന ഗുണൈര്യോ ന വിചാല്യതേ ഗുണ വർത്തന്ത ഇത്യേവ യോ അവതിഷ്ഠതി നയങ്കതേ. സംസ്കൃതത്തിൽ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം യാതൊരുത്തൻ ഉദാസീനവത് ആസീന, ഉദാസീനനെ പോലെ ഇരിക്കുന്നുവോ എന്തെന്ന് ഗുണേഹി ഗുണങ്ങളിൽ നിന്ന് ന വിചാല്യതേ, അയാൾ ചലിക്കണില്ല. ന വിചാല്യതേ ഗുണ ഏവ വർത്തന്ത ഇതി, ചലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഗുണങ്ങളാണ്. യ അവതിഷ്ഠതി, ആർ സ്ഥിരചിത്തനായിട്ട് നിൽക്കുന്നുവോ, ന ഏങ്കതേ ഇളകാതിരിക്കുന്നുവോ, സ ഗുണാതീത, അദ്ദേഹം ഗുണാതീതനാണ്. ഇങ്ങനെ അതിൻ്റെ അന്വയാർത്ഥം. അപ്പം നോക്കൂ, ഗുണങ്ങളെ കൊണ്ട് വിചലിക്കുക, വിശേഷേണ ചലിക്കുക, മാറ്റം വരാം. നമുക്ക് രാവിലെ സത്വ പറഞ്ഞു, ഇത്തിരി കഴിഞ്ഞാൽ പിന്നെ രജസ്, പിന്നെ ഇതൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും ഗുണത്തിൻ്റെ അതീതനാണ്. ഗുണങ്ങൾ വന്നു പോവും അയാളുടെ മനസ്സ് കൂടി, പക്ഷേ അയാളെ അത് ബാധിക്കില്ല. ഏതുപോലെ മേഘം വരും, സൂര്യനെ മറിക്കും, അത് കഴിഞ്ഞാൽ ഇത്തിരി കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. വന്നതും സൂര്യനെ മറിച്ചതും പോയതൊന്നും സൂര്യനെ ബാധിക്കില്ല. കാരണം സൂര്യൻ തന്നെയാണ് ഈ മേഘങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, സൂര്യൻ മറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണല്ലോ. അപ്പോൾ മറിഞ്ഞിട്ടുണ്ടോ ശരിക്ക്? ഇല്ലല്ലോ. സൂര്യനെ മറിക്കുമെന്ന് മേഘങ്ങൾക്ക് വയ്യ. അതുപോലെ ഗുണങ്ങൾ വന്നിങ്ങനെ ഒരു നാടകം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അയാൾ അതിൻ്റെ സാക്ഷിയായിട്ട് എന്നാ വിചാരിൽ ഗുണ ഏവ വർത്തന്ത ഇരി, ചെയ്യുന്നതൊക്കെ മനസ്സാണ്, ബുദ്ധിയാണ്, അല്ലെങ്കിൽ ശരീരമാണ്. ഞാൻ അതിനൊന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടും അനുഭവമുണ്ട്. പറയല്ല, നമുക്കത് പറയാനേ വരുള്ളൂ. ന അപതിഷ്ഠതി എന്നാണ് ഇയാഹ അപതിഷ്ഠതി, എന്നല്ല ഇയാഹ അപതിഷ്ഠതി, ആർ സ്ഥിരചിത്തനായിട്ട് മാറ്റില്ലാതെ. ഇതിന് വേറെ ഇതിലൊരു കൂടസ്ഥൻ എന്ന് പറയും. ഈ ഇരുമ്പിൻ്റെ കൂടം, അതിൻ്റെ മുകളിൽ അടിച്ചിട്ട് സാധനങ്ങളൊക്കെ പരുക്കൊക്കെ ചെയ്യും. കൈക്കോട്ടോ പിശാങ്കത്തിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാറണമല്ലോ. കൂടസ്ഥനൊന്നുമില്ല. അതുപോലെ ഇയാളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം അതൊക്കെ പ്രവർത്തിക്കും. പക്ഷേ അതൊക്കെ ആത്മാവ് ആയ ഞാനിലാണ് നടക്കുന്നത്. എനിക്കിതൊന്നും ബാധകമല്ല എന്ന് അദ്ദേഹം അറിയും. അപ്പോൾ അതൊന്നുമില്ല. എന്നാൽ ഏങ്കതേ, ഇളകാതെ, ഏങ്കത വെച്ചാൽ ഇളക്കുക. ഇപ്പോൾ വിളക്കിൻ്റെ ആൾക്കൊക്കെ ഇല്ലേ, അതിനൊക്കെ അങ്ങനെ എന്ന് പറയാം. സ ഗുണാതീത, അദ്ദേഹം ഗുണാതീതന്. ഇവിടെ ഒരു വാക്ക് പ്രത്യേകിച്ചിട്ടുണ്ട്, ഉദാസീന വത് എന്നാണ്. വത് വെച്ച പോലെ എന്നാണ്, പോലെ. കാരണം വാസ്തവത്തിൽ ഈ സ്ഥിതപ്രജ്ഞൻ ഉദാസീനനുമല്ല. ഉദാസീനം എന്നുള്ളതിന് വാക്ക് ഉദ് മേലെ, ആസനം ഇരിക്കുക, മേലെ ഇരിക്കുക, ഇതൊന്ന് വിട്ടു നിൽക്കുക എന്നാണ് ഈ ഉദാസീനൻ. അദ്ദേഹം വിട്ടു നിൽക്കണമില്ല, അതിൽ നിൽക്കണമില്ല, ഒന്നുമില്ല. ഈ വിട്ടു നിൽക്കൽ എന്നൊക്കെ വേണമെങ്കിൽ എന്തൊരു വേണം? രണ്ടു വേണം. അത് മാത്രമല്ല, അതേ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണം ഉണ്ടെങ്കിലല്ലേ തമോ ഗുണത്തിന് രജോ ഗുണത്തിലേക്ക്, രജോ ഗുണം സത്വഗുണത്തിന്, സത്വഗുണത്തിൽ പിന്നെ തമോ ഗുണത്തിലേക്ക് വരിക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാറ്റം വരെങ്കിൽ രണ്ടെണ്ണം ഇല്ലാണ്ട് മാറ്റം വരില്ല. ഇദ്ദേഹം രണ്ടെണ്ണം ഇല്ല. ഇത് ആരാണ്? ആത്മാവ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹം ആത്മാവാണ്. അതുകൊണ്ട് എകർന്നു നിൽക്കണു എന്ന് പറഞ്ഞാൽ ഒരപകടം വരും. അപ്പോൾ മാറ്റം ഒന്ന് താഴ്ന്നു നിൽക്കണമെന്ന് വരും. എകർന്നു നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരത് താഴ്ന്നു നിൽക്കണ്ടേ? അത് വരാതാനാണ് ഈ സംസ്കൃതത്തിലെ എകർന്നു നിൽക്കണവനെ പോലെ എന്ന് പറഞ്ഞാലോ നമുക്ക് മനസ്സിലാവാൻ.
നമുക്ക് ഇപ്പോഴും എന്തുണ്ട്, അകർന്ന് നിൽക്കണമുണ്ട്, താഴ്ന്നു നിൽക്കണവനുമുണ്ട്, രണ്ട് ദ്വന്ദ്വുണ്ട്. അപ്പം നമുക്കത് മനസ്സിലാവുകയാണെങ്കിൽ ഇതൊന്ന് വിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ പരിചയമില്ല. അത് നിശ്ചയില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയും മനസ്സിലാവുക. അതെ, അത് ആ ആൾക്ക് അതാവുക വയ്ക്കൂ. നാരായണഭൂഷാവിടെ അറിവ് എന്നൊരു കവിത ഉണ്ട്, വളരെ കേമാണ്. നമുക്കൊക്കെ അറിയലേ അല്ലെങ്കിൽ അനുഭവിക്കലേ വയ്ക്കൂ. അനുഭവിക്കണമെങ്കിൽ ത്രിപുടി വേണം. അനുഭവിക്കുന്ന ഒരാളും അനുഭവിക്കപ്പെടുന്ന ഒരു വസ്തുവും അനുഭവിക്കലും എന്നാലേ അനുഭവം തോന്നുള്ളൂ. ജീവിതം നമ്മളുടെയൊക്കെ അനുഭവമാണ്. കാരണം നമുക്ക് ഈ സത്വം രജസ് താമസം വെച്ചുള്ളൂ. ഇത് ഈ മൂന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളന്ന് കളിക്കുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് മൂന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഉദാസീനൻ എന്ന് പറയാ. മുകളിൽ നിൽക്കണമെന്ന് ചോട്ടിലുണ്ട്. അപ്പോൾ മോളും ഇല്ല, ചോടും ഇല്ല, ഇതിന് നീളവുമില്ല, വീതിയില്ല, നിറവുമില്ല. ആണ് കുറച്ച് ചോദിക്കണം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ആരാണ് ഗുണാതീതൻ എന്നാ ചോദിക്കണത്? നിർഗുണൻ. നിർഗുണൻ ചാന്താർത്ഥം എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആൾ. ഒരു ഗുണത്തിനെ പ്രത്യേകമായിട്ട് കാണിക്കാൻ സാധിക്കില്ല. അതാണ് ഗുണമില്ലാതല്ല, എല്ലാ ഗുണങ്ങളും ഒരുപോലെ നിൽക്കുന്നു, സമുദ്രം പോലെ. അപ്പോൾ ഏതാ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഉദാസീനവത് മേലെ വിട്ടു നിൽക്കുന്നവനെ പോലെ ഇരിക്കും. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. വാസ്തവത്തിൽ അതിന് അർത്ഥമില്ല. കാരണം അങ്ങനെ വരുമ്പോൾ മേലെ എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴേന്ന് വരും. അപ്പോൾ ഗുണമുണ്ട്, ഗുണവും താഴെയും മേലെ നിന്നുള്ളൊരു ഗുണമാണ്. അപ്പോൾ അതുമില്ല. അപ്പോൾ ഉദാസീനവത് ഗുണയ എന്ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യവ യോ അപതിഷ്ഠതി ന എങ്കതെ അളക്കില്ല. ഇനിയും പറയണു ഭഗവാൻ. സമദുഃഖ എങ്ങനെയാണ് ഈ സമത എന്നുള്ളതിന് പറയണത്? സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ട ആശ്മകാഞ്ചന തുല്യപ്രിയ പ്രിയോധീര തുല്യനിന്ദ ആത്മസംസ്തുതി. സമദുഃഖ സുഖേ, സുഖത്തിലും ദുഃഖത്തിലും സമാണ്. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടല്ലോ. അങ്ങനെ വയ്യ. സുഖം സുഖമാണ്, ദുഃഖം ദുഃഖമാണ്. അതെങ്ങനെ സമാവുക? സുഖവും ദുഃഖവും കർമ്മത്തിലാണല്ലോ, നമ്മുടെ മനസ്സിലാണല്ലോ നിൽക്കുന്നത്. ഈ മനസ്സാണ് സുഖവും ദുഃഖം ഉണ്ടാക്കുന്നത്, വസ്തുക്കളല്ല. കാരണം എനിക്ക് 10,000 ഉറുപ്പ്യ കിട്ടിയ സന്തോഷം. ഒരു മഹാത്മാവിന് ഒരു 10,000 ഉറുപ്പ്യ കൊടുത്തിട്ട് സൂക്ഷിക്കണം കൊടുത്തെന്ന് പറഞ്ഞാൽ ദുഃഖം. അതിന് ആവശ്യമില്ല, ഇത് സാധനം തന്നെ. അപ്പോൾ സുഖവും ദുഃഖമൊക്കെ മനസ്സിൻ്റെയാണ്. ഇവിടെ ഇപ്പോൾ പറയാൻ പോണ ആളാരാ? ഗുണത്തിൽ മനസ്സിന്നും മേലുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്താണ്? അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് സമദുഃഖ സുഖ. അദ്ദേഹത്തിന് സുഖവും ദുഃഖവും സമാച്ചാൽ വാസ്തവത്തിൽ അദ്ദേഹത്തിന് സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, അതിൻ്റെ മേലെയാണ്. ഉദാസീനവത് മുമ്പ് സ്വസ്ഥ പറയുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? സ്വസ്ഥ. സ്വസ്ഥ വെച്ചാലോ, ഇപ്പോൾ ഞാൻ സ്വസ്ഥമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അർത്ഥം പണിയൊന്നും എടുക്കാതിരിക്കുക എന്നുണ്ടല്ലോ. പണി എടുക്കാൻ എന്തിൻ്റെ ശരീരം വേറെ ഒന്നും പണിയില്ല. ഇവിടെ 3 ഗുണങ്ങളുടെയും പണിയില്ലാത്ത ആളാണ് സ്വസ്ഥം. സത്വഗുണമില്ല, രജോ ഗുണമില്ല, തമോ ഗുണമില്ല. അയാളാണ്. അപ്പോൾ അയാൾ എവിടെയായിരിക്കണം? സ്വത്തിൽ, അല്ലെങ്കിൽ ആത്മാവിൽ ആണ് അയാളിരിക്കുന്നത്. ആ ഗുണാതീത സ്വസ്ഥ. പിന്നെ അതിന് എന്താ പറയുന്നത്? സമലോഷ്ട ആശ്മകാഞ്ചന. ഇതിന് മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ മണ്ണും കല്ലും സ്വർണ്ണവും ഒരുപോലെ ആണ് എന്ന് അറിയുന്നവൻ എന്നാണ്. അല്ലാണ്ട് ഒരുപോലെയാണെന്ന് എന്താണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവൻ അർത്ഥം എടുക്കരുത്. എന്നാൽ അയാൾക്ക് ഭ്രാന്തനാന്ന് പറഞ്ഞു വരും. മണ്ണിൻ്റെ തന്നെ ഒരു വികാരമാണ് കല്ല്, കല്ലിൻ്റെ തന്നെ ഒരു വികാരമാണ് സ്വർണം. വ്യത്യാസമൊന്നുമില്ല. ഏതുപോലെ വെള്ളത്തിൻ്റെ തന്നെ ഒരു വികാരമാണ് ഈ ഐസ് കട്ട, അതിൻ്റെ തന്നെ മറ്റൊരു വികാരമാണ് ജല എന്നുള്ളത്, അതിൻ്റെ തന്നെ മറ്റൊരു വികാരമാണ് ആവിയായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ തന്നെ മറ്റൊരു വികാരമാണ് ജലതത്വമായിട്ട് ഇവിടെയൊക്കെ നടക്കുന്നത്. കാര്യമൊന്നും തന്നെ അതിൻ്റെ ആ പ്രകടനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നറിയും. പക്ഷേ അതിനുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഐസിൻ്റെ കട്ടയിട്ട് കുടിച്ചാൽ പറ്റില്ല, അതിന് വെള്ളം തന്നെ വേണം. ഐസിൻ കട്ടയായിട്ട് സാധനം എടുക്കണമെങ്കിൽ അപ്പോൾ വെള്ളം പറ്റില്ല, ഐസ് വേണം. അതുപോലെ ഇപ്പോൾ മണ്ണ വരയ്ക്കുക, അയാൾ കൃഷി ചെയ്യാൻ അയാൾ മണ്ണ ഉപയോഗിക്കുക. ആൾക്കറിയാം മണ്ണിലെ കല്ലിൽ പാറയിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ കൃഷി ചെയ്യില്ല. അയാൾ പെര പണിയാണെങ്കിൽ അയാൾ ആ മണ്ണിൻ്റെ തന്നെ ഇതായിട്ടുള്ള വരെയായിട്ടുള്ള പാറ മുറിച്ച് കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ചെയ്യുക. ബുദ്ധിൻ്റെ ആൾക്ക്. അതുമാതിരി സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൻ്റെ അകത്ത് ഒരു പെട്ടിയിലാണ് കൊണ്ടുവയ്ക്കുക. ആൾക്ക് മോഹം ഉണ്ടായിട്ടില്ല, അങ്ങനെ അതിൻ്റെ സ്വഭാവം അവിടെ വെച്ചു. അപ്പോൾ വീടിൻ്റെ അടിയിലിരിക്കുമ്പോഴും മണ്ണിൻ്റെ തന്നെ വികാരമാണ്, ഈ കല്ലും മണ്ണിൻ്റെ വികാരമാണ്. ആ കൃഷി കാര്യം അയാൾക്കറിയാം. 3 തരത്തിൽ പെരുമാറും. ആ 3 തരത്തിൽ പെരുമാറുമ്പോഴും അയാൾ സ്വസ്ഥനാണ്. മറ്റത് അങ്ങനെയല്ല, നമ്മൾ അസ്വസ്ഥന.
കാരണം പറമ്പില സ്വർണ്ണം കണ്ടു വെച്ചാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ട്, ആരെങ്കിലും കാണുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെയൊന്നുമില്ല, കൊണ്ടുപോകേണ്ട പ്രശ്നമില്ല. അപ്പോൾ ഈ ഗുണാതീതൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വട്ടുള്ള ആളല്ല അർത്ഥം. അത് വട്ടുള്ളവർക്കെല്ലാം ഒരു പോലെയാണ്. അത് ഏറ്റവും താഴ്ന്നത്, ഇത് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നത്. അയാൾക്ക് സമലോഷ്ട ആശ്മകാഞ്ചന എന്നിട്ടോ തുല്യപ്രിയ അപ്രിയ, പ്രിയവും അപ്രിയവും. ഈ ദ്വന്ദ്ങ്ങളൊക്കെ ഗുണമുള്ള ആൾക്കല്ലേ ഉള്ളൂ. ഗുണത്തിന് ഗുണാതീതന് എന്താണ്, അയാൾക്ക് പ്രിയമില്ല, അപ്പോൾ പിന്നെ അപ്രിയല്ല, അപ്രിയമില്ല അപ്പോൾ പ്രിയമില്ല. എവിടെയെങ്കിലും നീളമുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നീളമില്ലാത്തതോ എന്ന് അപ്പത്തുമാണ്, അല്ലാണ്ട് വയ്യ. പിന്നെ ഈ വടി നല്ല നീളമുള്ളതാ എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായി വേറൊരു വടി നീളം ഇല്ലാത്തതാണ്. അങ്ങനെ വയ്ക്കൂ അല്ലേ. ഈ വടി എങ്ങനെയാ വെച്ചാൽ ഈ വടി വടി പോലെയാണെന്ന് പറയാനേ വയ്ക്കുള്ളൂ ആർക്ക്, ഗുണാതീതന്. ഇത് വടിയാണ്, നീളമുള്ളതാണോ അല്ലേ, വടിയാണെന്ന് തന്നെ അതിന് പറയാറ്റില്ല. ഇതൊരു ഇതാണ്, വസ്തുവാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ആൾക്കൊന്നും സാധിക്കില്ല. അപ്പോൾ തുല്യപ്രിയ പ്രിയ, അതെങ്ങനെയാണ് സാധിച്ചത്? ധീര, അയാൾ നല്ല ധൈര്യമുണ്ട്. ഭാഗവതത്തിൽ ഇതിനൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്, വളരെ രസമാണ്. ധൃതി എന്നതിന് പേര്, ധൈര്യം എന്നുള്ള ധൈര്യം. ആരാ ധൈര്യമുള്ള ആൾ? അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം ആരും ഒരു കൂസലില്ലാത്ത ഉള്ള ആളാണെങ്കിൽ അയാൾ വളരെ ധൈര്യമുള്ളതാണ്. ശരിക്കും ആലോചിച്ച് ചോദിച്ചാൽ അയാൾ മഹാ പോക്കുകയോ അല്ലെങ്കിൽ മഹാ തോന്നിവാസിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും അയാളെ പേടിയാണല്ലോ. അപ്പോൾ ആൾക്ക് ആരെയൊട്ട് പേടിയില്ല, അങ്ങനെയാണല്ലോ. അതല്ല, നിർഭയത എന്നുള്ളതിനും ഇത് പറയാറുണ്ട്. ഭാഗവതത്തിലൊക്കെ എത്ര കഥകളാണ്. നിർഭയതയ്ക്ക് നമ്മുടെ വിചാരം ആരെയും പേടിയില്ല വെച്ചാൽ അയാൾ നിർഭയനാണെന്നാ. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഹിരണ്യകശിപുവിനെ നിർഭയൻ എന്ന് പറഞ്ഞു, ആൾക്ക് ആരെയും പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെയാണല്ലോ. പക്ഷേ എല്ലാവർക്കും അയാളെ പേടിയാ. അപ്പോൾ അയാൾ നിർഭയനല്ല, ക്രൂരനാ. അങ്ങനെയല്ലേ. ആരെയും പേടിയില്ല ആർക്ക്? ഈ ഹിരണ്യകശിപുവിന്. ആ ഹിരണ്യകശിപുവിനെയും പേടിയില്ല പ്രഹ്ലാദന്. അപ്പോൾ ഇതിൽ മേലെ ധൈര്യം ആർക്കുണ്ടോ? മറ്റൊന്നുള്ളത്, ആ പ്രഹ്ലാദനെ ആർക്കോട്ട് പേടിക്കും വേണ്ട. അങ്ങനെയാണ്. ആരെയും പേടിയില്ല, തന്നെ ആർക്കും പേടിക്കണ്ട. അയാളാണ് ആര്? നിർഭയൻ. അതുപോലെ ഇവിടെ ധീരൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാണ്. നമ്മളെ വിചാരം ധീരൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനും കഴിവുള്ള ആൾ എന്നാണ്. അങ്ങനെയല്ല. ജിഹ്വോപസ്ഥജയോ ധൃതി എന്നാ ഭാഗവതം പറയുന്നത്. എന്തൊരു രസമാണ് വരിക. ആരാണോ ജിഹ്വയെയും ഉപസ്ഥത്തെയും ജയിച്ചത് അയാളാണ് ധീരൻ. ഇത്ര പ്രയാസമുള്ള രണ്ടെണ്ണം ഇല്ല. കാരണം ഭക്ഷണം എന്തെങ്കിലും അതിലൊരു സ്വാദ് മോഹമില്ലാത്ത ആളുകൾ വളരെ വളരെ കുറവാണ്. എന്തായാലും ശരി, കുറച്ചെങ്കിലും ഒരു സ്വാദ് വേണം തോന്നും. ആ സ്വാദ് വേണം തോന്നിയാൽ അയാൾ നാവിനെ ജയിച്ചിട്ടില്ല. എനിക്ക് കഥ അങ്ങനെ പിന്നെയും പറയാൻ തോന്നും, മനസ്സിലാക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാദ് നോക്കാതെ കഴിക്കണമെന്നാണ് ഗാന്ധിജി പറയാം. ആ സ്വാദ് ഇല്ലാണ്ടല്ല, സ്വാദ് നോക്കാണ്ട്. സ്വാദില്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വിനോബായി ഒരിക്കൽ ഒരു അനുഭവ കഥ പറഞ്ഞു കൊടുത്തു. ഗാന്ധിജിക്ക് വലിയ സന്തോഷമായി. മറ്റേ ബംഗാളിലെ ചൈതന്യ മഹാപ്രഭു കുട്ടിയാണ്. അപ്പോൾ എന്തോ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കണം എന്ന് പറഞ്ഞ ശേഷിട്ട് ഒരു ശർക്കര അച്ചെടുത്തിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊടുത്തു, ഇത് നാവുമ്പിൽ വയ്ക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു സമയം. അതേ എടുത്ത് നാവിൽ വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞു. ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുമല്ലോ, ഇങ്ങോട്ട് എടുത്തു. അപ്പം നനഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് അത്ഭുതമായി. എന്താ ചോദിച്ചു. എന്താ ഇവിടുന്ന് എന്താ പറഞ്ഞത്? ശർക്കര നാവുമ്പിൽ വെക്കാനല്ലേ പറഞ്ഞുള്ളൂ. വെച്ചു. സ്വാദ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് എടുത്തു. കല്ല് വെക്കണ പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര വേണം ഈ ജിഹ്വയെ ജയിക്കൽ. ജിഹ്വോപസ്ഥ ചെയ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞില്ലേ. ജിഹ്വയെ ജയിക്കുക വെച്ചാൽ എന്താണ്, അതിന് സുഖദുഃഖങ്ങൾ അറിയും. ഇത് കയ്പ്പാണ്, ഇത് മധുരമാണ്, ഇത് എരിവാണ് എന്നറിയും. യാതൊരു വിഷമമില്ല. അങ്ങനെ ജിഹ്വയെയും ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം, ഇതിനെയും ജയിച്ച ആളെ ആണ് ധൈര്യമുള്ള ആൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ജയിച്ചാൽ ധൈര്യം. എന്തിനെങ്ങനെ പറഞ്ഞത്? അവിടെ ഒരു ശാസ്ത്രമുണ്ട്. ജിഹ്വയെ ജയിക്കാണ്ട് ഈ ഉപസ്ഥത്തെ ജയിക്കാൻ പറ്റില്ല. ധാരാളം വെണ്ണയും പാലും നേന്ത്രപ്പഴമൊക്കെ കഴിക്കുക എന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈംഗിക ജീവിതത്തിൽ മോഹം തോന്നും. കാരണം ശക്തി കൂടും. അപ്പോൾ അത്രയും മനസ്സിരുത്തി ഭക്ഷണത്തിൽ നിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ ബ്രഹ്മചര്യം സാധിക്കുള്ളൂ എന്നർത്ഥം. ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം തന്നെ എല്ലാം ഒരേപോലെ ഒതുക്കും ചുട്ടയും ഉണ്ടായിട്ട് ജീവിക്കുക എന്നർത്ഥമാണ്. പലരും വിചാരിക്കുന്നത് കല്യാണം കഴിക്കാതിരുന്ന ബ്രഹ്മചര്യം എന്നാണ്. അങ്ങനെയല്ല.
നമ്മുടെ പുരാണങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല കല്യാണം കഴിച്ചിട്ട് അനവധി ആൾ ബ്രഹ്മചാരികളായിട്ടുണ്ട്. കാരണം അതൊരു ക്രിയ ചെയ്തു എന്നല്ലാണ്ട് തനിക്കതിന് ബാധകമല്ല. അപ്പോൾ അങ്ങനെ ധൃതീന്ന് അവിടെ പറഞ്ഞേ സധീര, ഒരക്ഷരം ചെറുതാണെങ്കിലും ഒരുപാട് അർത്ഥമാണ്. അപ്പോൾ ധീരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജിഹ്വയെയും ഉപസ്ഥയെയും ജയിച്ച അയാൾ. അതുപോലെ തന്നെ എന്താണ്, അയാൾക്ക് ഭയമില്ല, പേടിയില്ല, അല്ല എന്താണ് ഭയമില്ല, മറ്റേ നിർഭയത ഉണ്ടല്ലോ, ആരെയും ഭയമില്ല, അയാളെ ആർക്കും ഭയപ്പെടും വേണ്ട, അങ്ങനെ ഉണ്ടല്ലോ. അതായത് ഇവിടെ നോക്കൂ, ഗുണാതീതന് ദ്വന്ദ്വം ഉണ്ടാവരുത്, ഒക്കെ ഏകത. ആ ആളാണ് ആര്? ഗുണാതീതൻ എന്ന് പറയണം. തുല്യപ്രിയ തുല്യ എന്താണ് നിന്ദാസ്തുതി. നിന്ദയും സ്തുതിയൊക്കെ എന്താണ്? വാക്കിലല്ലേ, നാവുകൊണ്ടല്ലേ സ്തുതിക്കലും ഒക്കെ. അതൊന്നും ഇയാൾക്ക് ബാധകമല്ല. കാരണം അതൊരു ശബ്ദത്തിൻ്റെ ഗുണ അല്ലേ. രണ്ട് ശബ്ദം പറഞ്ഞു എന്നല്ലേണ്ടെന്ന്, എന്ത് ശബ്ദം വന്നാലും അയാളെ സംബന്ധിച്ചുള്ള യാതൊരു പ്രശ്നമില്ല. കാരണം അയാൾ ഗുണാതീതനാണ്. ഇങ്ങനെയുള്ള ആളാവും. ഇങ്ങനെയൊക്കെ ഉണ്ടോ ആളുകൾ പറഞ്ഞാൽ ഇന്നുണ്ട് ഇവിടെ ലോകത്തിൽ. ഭാഗവതം പറയുന്ന ഒരിക്കൽ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദ്യാം അന്യത്രജ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മജി വളരെ കേമായിട്ട് പറയുന്നത്. ഈ ഭാഗവതം പഠിക്കുമ്പോൾ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ, ഭാഗവത ശാസ്ത്രത്തിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ. അടുത്ത വാക്ക് കേമാണ്. അനിന്ദ്യാം അന്യത്രജ, വേറെയും കുറേ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊന്നും നിന്ദിക്കരുത് കേട്ടോ. ഭാഗവതത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ദിക്കിൽ കണ്ടിട്ടില്ല അവരധികം. മറ്റെല്ലാവരും ഇത് ശരിയാണെന്നും മറ്റത് തെറ്റാണെന്നും പറയും. ഭാഗവതം പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഈ ഭാഗവതം നിങ്ങളുടെ പുസ്തകം ഉണ്ടല്ലോ നമ്മളെടുത്തത്, അത് നല്ലതാണ്, ശാസ്ത്രമാണ്, സ്വീകരിച്ചോളൂ. വേറെയും ശാസ്ത്രങ്ങളുണ്ടാവാം. ശാസ്ത്രം എന്ന് പറയുന്നത് ഒന്ന് മാത്രമല്ല, പലതരം ശാസ്ത്രമില്ലേ. ഭൗതിക ശാസ്ത്രം, എന്താണ് കെമിസ്ട്രി എന്നുണ്ടല്ലോ, പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, ഗണിതശാസ്ത്രം. ആ ഒന്നിനെയും നിന്ദിക്കാൻ പോണ്ട, നിന്ദിക്കരുത്. ഇത്ര ഒരു ഔദാര്യം. അതെന്താ കാരണം? ഭാഗവതം അവിടെ പറയുന്നത് ഗുണാതീതനെയാണ്. അപ്പം ഇവിടെയും ഗുണാതീതനെ പറഞ്ഞു. അയാൾ എന്ത് ചെയ്യില്ല, നിന്ദില്ല എന്ന് മാത്രമല്ല സ്തുതിക്കൂല. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരാളെ നിന്ദിച്ചാൽ അപ്പം മറ്റൊരാളെ സ്തുതിക്കാണ്ട വയ്യ. ഇത് രണ്ടുമില്ല. അതാ അങ്ങനെയാണ്. അതൊക്കെ സത്വഗുണത്തിൻ്റെ ഗുണമാണ് ഇയാളിൽ കാണുന്നത്, രജോ ഗുണൻ്റെ അയാൾ കാണുന്നത് തമോ ഗുണമാണ്. ഇതൊക്കെ അയാളിലല്ല, ആ ആത്മാവിലല്ല, ഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. വ്യത്യാസമില്ല. വെളുത്ത ആ ഇതിൽ തന്നെയാണല്ലോ ചുവപ്പും മഞ്ഞയും ഒക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കണം. എല്ലാം കൂടി ആണല്ലോ വെളുപ്പം. ആ എല്ലാം കൂടി കഴിഞ്ഞാൽ അയാൾ വെളുപ്പാണ്. അയാൾക്ക് പ്രത്യേകിച്ചൊരു നിറമില്ല, വെള്ള എന്നുള്ളൊരു നിറമല്ല, എല്ലാ നിറങ്ങളും കൂടി ചേർന്നതാണ്. അതുമാതിരി ഗുണാതീതൻ എല്ലാം കൂടി ചേർന്നാണ്. അപ്പോൾ അതിലൊരു പ്രത്യേക നിറം കാണില്ല. പ്രത്യേക നിറം കാണുമ്പോൾ വെളുപ്പ് അല്ലെങ്കിൽ പൂർണ്ണതയുടെ ലേശം കുറവുണ്ടെന്നർത്ഥം. അത് സാധിക്കില്ല പറയാം. മാന അപമാനയോ തുല്യോ മിത്ര അരിപക്ഷയോ സർവ ആരംഭപരിത്യാഗി ഗുണാതീത സ ഉച്യതേ. മാനം അപമാനം, മാനച്ച അളവ് എന്നർത്ഥമാണ്, അപമാനച്ച ചുരുങ്ങിയ അളവ്. അതായത് അയാൾ കേമനാണെന്ന് വെച്ചാൽ അയാൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു, പണക്കാരനാണ്, അതൊന്നും ഇല്ല. അതായത് താരതമ്യമാണ് ഈ മാനവും അപമാനം. മാനവും അപമാനത്തിൽ തുല്യ. കാരണം ഇദ്ദേഹം പൂർണ്ണനാണ്, അല്ലെങ്കിൽ മാനവും ഇല്ല അപമാനവും ഇല്ല. അളക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഗുണാതീതനല്ല, ഏതെങ്കിലും ഒരു ഗുണമുണ്ടല്ലോ. അപ്പോൾ അതില്ല. തുല്യോ മിത്ര അരിപക്ഷയോ. ഇവിടെയും പ്രശ്നം നമുക്ക് തോന്നും. തൻ്റെ മിത്രത്തിനോടും ശത്രുവിനോടും ഒരുപോലെയാണെന്ന് അർത്ഥം എടുക്കുക പലരും. വാസ്തവത്തിൽ മനസ്സിലാക്കാൻ വിഷമമുണ്ട്. വയ്യത് എൻ്റെ സ്നേഹിതനോടും എൻ്റെ ശത്രുവിനോടും എനിക്ക് ഒരുപോലെ പെരുമാറാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പം പിന്നെന്താ അവിടെ? അതോ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. അയാൾ ഇദ്ദേഹത്തെ മിത്രമാണെന്ന് കരുതും, മറ്റേ ആൾ ഇദ്ദേഹത്തെ ശത്രുവാണെന്ന് കരുതും. ഇദ്ദേഹം രണ്ടാളെയും മിത്രാന്നേ കരുതണുള്ളൂ. ഇദ്ദേഹത്തിന് മിത്രവുമില്ല ശത്രുവില്ല. അദ്ദേഹം ഇങ്ങോട്ട് ശത്രുവാണെന്ന് തോന്നണേന് ഈ ഇദ്ദേഹം ഗുണാതീതൻ എന്ത് കൂട്ടിയാൽ പറ്റും? ഗുണാതീതന് അങ്ങോട്ട് ശത്രുത്വമില്ല. അയാൾ ധർമ്മപുത്രരെ അജാത ശത്രു എന്നാണ് വിളിക്കുക. കാരണം ധർമ്മപുത്രർക്ക് ആരോടും ശത്രുവില്ല, ദുര്യോധനോട് കൂടിയില്ല. പക്ഷെ ദുര്യോധനൻ ധർമ്മപുത്ര ശത്രുവാന്ന് തോന്നുക, അതിനിപ്പോൾ ധർമ്മപുത്രൻ എന്താ ചെയ്യുക? അപ്പോൾ അല്ലാണ്ട് എനിക്കൊരാൾ മിത്രമുണ്ട് ഒരാൾക്ക് ശത്രുവുണ്ട് തോന്നിയിരിക്കുക, തീർച്ചയായിട്ടും അത് തുല്യമായിട്ട് സാധ്യമല്ല എനിക്ക് തന്നെ. കാരണം അത് മനസ്സിൻ്റെ പ്രഭാവമാണ് അല്ലേ. ഒന്ന് മിത്രാന്നും ഇയാൾ ഗുണങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് നടക്കണു. അയാൾക്ക് എല്ലാം മിത്രാന്നേ ഉള്ളൂ,
അല്ലെങ്കിൽ എല്ലാം ശത്രുവിനും വിരോധമില്ല. അങ്ങനെ ഇയാൾക്ക് അയാളെ സംബന്ധിച്ചോളം ഈ വിഭാഗീയ ചിന്ത എന്നുള്ളതുണ്ടല്ലോ, അതില്ല ഈ ത്രിഗുണാതീതനെ. അപ്പോൾ അദ്ദേഹത്തിന് മറ്റേ ആൾ ഇങ്ങോട്ട് ശത്രു വയ്ക്കും, അദ്ദേഹത്തിന് എപ്പോഴും അങ്ങോട്ട് എല്ലാവരും. കാരണം ഞാൻ തന്നെയത്, എനിക്ക് എന്നോട് ശത്രുത തോന്നില്ലല്ലോ. മറ്റത് ഈ രജസ്സും തമസും ഉണ്ടാകുമ്പോഴാണ്, സത്വം തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ വേറെ ഉണ്ടെന്ന് തോന്നും. ഇതൊന്നും അയാൾക്കില്ല, ഗുണങ്ങളിൽ നിന്ന് അതീതനായിരുന്നു. അപ്പോൾ അയാൾക്ക് മിത്രവുമില്ല ശത്രുവില്ല. അയാൾ സർവ്വ ആരംഭ പരിത്യാഗി. എന്താ അത് ആരംഭിക്കുക വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആരംഭം വേണ്ടു, ഇല്ലെങ്കിൽ ആരംഭം ഉണ്ടാ. ഇയാൾ പൂർണ്ണനാ, എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഒന്നിനും ആരംഭിക്കുക എന്നുള്ള അയാൾക്ക് വിചാരിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം ഞാൻ ലേശം ഈ രജസ് ഉണ്ടാകുമ്പോഴാണല്ലോ അത് കിട്ടണം തോന്നണം, അല്ലെങ്കിൽ താമസം നമ്മുടെ എന്നെ കൊണ്ട് വയ്യ പണിയിട്ട് കണ്ടിരിക്കണം തോന്നുന്നത്. ഇതൊന്നും ഇതൊക്കെ ഇല്ല. കാരണം ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഗുണങ്ങളുടെ കളിയാണ്, ഞാനതിൻ്റെ സാക്ഷിയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഒന്നും ആരംഭിക്കലില്ല. പിന്നെ ഒന്നും മുഴുമിക്കേണ്ട പ്രശ്നമില്ല. ആരംഭ വൃത്തിയാക്കി അയാളെ ഗുണാതീത സ ഉച്യതേ, അയാളെയാണ് ഗുണാതീതൻ എന്ന ഉച്യതേ പറയപ്പെടുന്നു. അതും പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മറക്കാണ്ടിരിക്കാനാണ്. മറ്റുള്ളവരാണ് അദ്ദേഹത്തെ ഗുണാതീതനാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം ഉണ്ട് എന്നല്ലാണ്ട് ഞാൻ ഗുണാതീതനാണെന്നോ മറ്റൊരു ഗുണാതീതനല്ല എന്നോ അങ്ങനെയൊന്നും പറയാൻ വയ്യല്ലോ. അദ്ദേഹം ഏകത്വം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഗീതയിൽ പല ദിക്കിലും ഉച്യതയെന്ന് പറയും. ഉച്യത വെച്ചാൽ ആ ആൾക്ക് താൻ ഗുണാതീതനാണെന്ന് തോന്നിയെങ്കിൽ അയാൾ ഗുണാതീതനായിട്ടില്ല തീർച്ചയായും. കാരണം മറ്റുള്ളവർ ഗുണാതീതനല്ലാന്നും ഇയാൾ ഗുണാതീതനുള്ള ദ്വന്ദ്വമൊന്നുമില്ലോ. അപ്പോൾ അത് ആ ഒരു ഗുണമല്ലേ, ആ ഗുണം പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വരില്ല എന്ന് പറയും. മാം ച യോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീതേതൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. മാം ച മാ എപ്പോഴും മാം എന്ന് പറയുമ്പോൾ പൂർണ്ണത, പരമജ്ഞ, എന്താ പറയുക, പൂർണ്ണത എന്ന് പറയാം, അല്ലെങ്കിൽ നിരപേക്ഷത. മാം ച എന്നെ യോ അവ്യഭിചാരേണ ഭക്തിയോഗേന, വ്യഭിചാരമില്ലാത്ത ഭക്തിയോഗം കൊണ്ട് ആരാണോ എന്നെ സേവിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ വ്യഭിചാരം. അതിൻ്റെ അർത്ഥം നമ്മൾ ധരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ അന്യപുരുഷനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷൻ അന്യസ്ത്രീയെ സ്വീകരിക്കുക. ഇതിനാണ് വ്യഭിചാരം എന്നാണ് ധാരാളം കേട്ടുവരുന്നുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അത് മാത്രമൊന്നുമല്ല വ്യഭിചാരമുള്ളൂ, അനവധി വ്യഭിചാരം നമ്മൾ നടത്തിക്കൊണ്ട്. വ്യഭിചാരം എന്നുള്ളതിന് വിട്ടിട്ടുള്ള ചരണം, ചരിക്കുക, വേറെ നിലയ്ക്ക് വ്യതിചലിക്കുക എന്നർത്ഥമാണ്. ഈ സ്ത്രീ എൻ്റെ ഭാര്യയാണെന്നുള്ളത് സത്യമാണ്. ആ സ്ത്രീയെ വിട്ടിട്ട് വേറൊരു സ്ത്രീയിലേക്ക് ഞാൻ പോകുമ്പോൾ സത്യം നഷ്ടപ്പെടുന്നു. എൻ്റെ ആ സത്യം പോകുമ്പോൾ, സത്യം പോയാൽ പിന്നെ ലോകത്തിലൊന്നുമില്ല. സത്യമാണല്ലോ ഈ ലോകത്തെ നിലനിർത്തുന്നത്, സത്യമാണ്. എല്ലാവരും കളവ് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ സാധ്യമല്ല അവന്. അപ്പോൾ സത്യമാണ്, സത്യമേവ ജയതേ. ലോകത്തിൽ സത്യം മാത്രമേ, സത്യം വെച്ചാൽ ഉള്ളത് ഈശ്വരൻ എന്നൊക്കെയാണ്. അത് ഒന്നേ വയ്ക്കാനും രണ്ട് വയ്യ. ഈ അത് തന്നെ വ്യഭിചാരം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, സത്യവിരോധം. അപ്പം നമ്മൾ ചെയ്യുന്ന സത്യവിരോധമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, വ്യഭിചാരമാണ് അല്ലേ. തെറ്റിച്ചരിക്കുക എന്തോ. അയാൾ അവ്യഭിചാരേണ ചിലത് അയാൾക്ക് ഒരിക്കലും ഈ തെറ്റ് വരില്ല. ഗുണാതീതന് വ്യഭിചാരം എന്നുള്ളത് സത്യത്തിന് വിരുദ്ധമായിട്ട് അയാൾ ജീവിക്കുക. കാരണം അയാൾ സത്യസ്വരൂപന. അയാൾക്ക് എങ്ങനെ സത്യത്തിന് വിരീപം സാധിക്കുക, വ്യഭിചാരേണ. അതെങ്ങനെയാണ്, ഭക്തി യോഗേന എന്ന് പറയും. ഇവിടെ ജ്ഞാനയോഗം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജ്ഞാനയോഗത്തിൽ ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായി, പിന്നെ ഒരു പ്രവൃത്തിയില്ല. ഭക്തി ആകുമ്പോൾ അങ്ങനെയല്ല, ഈശ്വരനും ഉണ്ട് ഭക്തനും ഉണ്ട്, എന്നിട്ട് സേവനും ഉണ്ട് ഉണ്ടല്ലോ. അപ്പോഴേ അതിന് രസികത്തുള്ളൂ. അപ്പോൾ ഈ ഗുണാതീതൻ പറഞ്ഞാൽ ഒരു നിർഗുണനായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുന്ന ആളാണല്ലോ. അല്ല, ഭക്തി ആ മറ്റേ ആളെ ഈശ്വരനായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യും. ആ മനുഷ്യൻ ഇദ്ദേഹത്തെ ഈശ്വരനായിട്ട് കണ്ടിട്ട് ഇങ്ങോട്ടും സേവനം ചെയ്യും. അപ്പോൾ എന്തൊന്നുമില്ലാത്ത രസം, അതാണ് പ്രേമഭക്തി എന്നല്ലോ. ഭക്തിയുടെ രസികത്വം മറ്റുള്ളവരൊക്കെ ഈശ്വരനാണെന്നും ഞാൻ അവരുടെ ദാസനാണെന്നോ ഈ ഭക്തൻ്റെ വിചാരം. മറ്റേ ആൾക്കും അങ്ങനെയാണ്, മറ്റുള്ളവരൊക്കെ ഈശ്വരനാണെന്നും ഞാൻ ദാസനാണെന്ന. വാസ്തവത്തിൽ ഒരു മൽപ്പിടുത്തം പോലെയാണ് ഇതിൻ്റെ ആനന്ദം. ഇതിൻ്റെ പേരാണ് പ്രേമം. എനിക്ക് നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് അറിയില്ല, അത് തന്നെ എനിക്ക് വിചാരം എന്ന് പറയാം. നിങ്ങളുടെ വിചാരം എനിക്ക് എന്താ തരേണ്ടത്. ഇതിനും മേലെ രസമുള്ള ഒരു ജീവിതമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ മുഴുവനും സേവനം എന്ന് മാത്രമേ എല്ലാവർക്കും. പിന്നെ ഇപ്പോൾ എങ്ങനെയല്ല, നമുക്കെന്താണ്
ഭോജനം ഭുക്തി എനിക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമുദായികവും പറഞ്ഞിട്ടൊന്നും നടക്കില്ല. കാരണം അവിടെയൊക്കെ വഴക്ക് വരും. നേരെ മറിച്ച് മറ്റവൾക്ക് നേരെയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്നെ നോക്കണ്ട. കാരണം ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു വീട്ടിൽ കാരണവരുണ്ട്, നിങ്ങൾ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കണം എന്ന് ആണ് അദ്ദേഹം വിചാരിച്ച് പണിയെടുക്കാതിരിക്കുക. ഇവിടുത്തെ ഓരോ കുട്ടിയുടെയും വിചാരം അമ്മാവന് എന്താ വേണ്ടത് അല്ലെങ്കിൽ അച്ഛന് എന്താ വേണ്ടത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അച്ഛൻ ചോദിക്കില്ല, നമുക്ക് തന്നെ ചെയ്യാം. അത് വലിയ അച്ഛൻ അപ്പം എന്തുണ്ടായാലും ആദ്യം അച്ഛന് കൊണ്ടുകൊടുത്തിട്ടേ അവർ കഴിക്കുള്ളൂ. ലാഭം അത് എങ്ങനെ മറ്റുള്ളവർക്ക് നന്നായിട്ട് ഞാൻ കഴിക്കുള്ളൂ പറഞ്ഞാൽ ഇയാൾക്കാ ലാഭം. കാരണം എല്ലാവരും ഇയാൾക്ക് അങ്ങോട്ട് കൊണ്ടുകൊടുക്കേ. ഇതാണില്ല, നിങ്ങൾ കഴിച്ചാലും വലിയ എനിക്ക് കൊണ്ടുതരും പറഞ്ഞാൽ അയാളവിടെ ഇരിക്കട്ടെ, ഇത് ഞാൻ കഴിക്കട്ടെ, പിന്നെ അയാൾക്ക് കൊടുക്കുള്ളൂ. വിഡിതലതേ അയാൾ സാധിക്കുന്ന സേവതേ സ ഗുണാൻ സമതീത്യൈതൻ ഇതിനെയെല്ലാം കടന്നിട്ട് അതിൽ അങ്ങനെ ബ്രഹ്മഭൂതായ കൽപ്പതേ, ബ്രഹ്മഭൂയ അല്ലെങ്കിൽ ബ്രഹ്മമാവാൻ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ എന്തറുത്ത ബ്രഹ്മം കണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ മേപ്പോട്ടൊക്കെ കുത്തിരിക്കുക, അങ്ങനെ ബ്രഹ്മം കണ്ടിരിക്കാൻ ശ്രമം. കാരണം ഒരു വികാരവും വിചാരവും ഒന്നും ഇല്ലാതെ. കാര്യം ശരിയാണ്, ബ്രഹ്മത്തിന് വികാരവും ഇല്ല വിചാരവും ഇല്ല ഒന്നുമില്ല. പക്ഷേ ഇത് ജഡാണ്, മറ്റേത് ചൈതന്യമാണ്. ഏകദേശം കണ്ട ഒരുപോലെ ഇരിക്കും ചൈതന്യവും ജഡു. കാരണം ഇതിന് ഒരു വികാരമില്ല, മറ്റേനും വികാരമില്ല. ഇത് തനിച്ച് തമസ്, മറ്റത് തമസ്സും രജസ്സും സത്വവും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഗുണാതീതൻ. അതെ, എല്ലാം അതെ അങ്ങനെയുള്ള ഇതിലേക്ക് എത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ശ്ലോകം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. അവസാനിക്കാണ് ഇവിടെ വെച്ചിട്ട്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറച്ചിക്കുക. നമ്മൾ അമ്പലത്തിൽ പ്രതിഷ്ഠ, ആ ബിംബത്തിന് പ്രതിഷ്ഠ നിലവരെ എന്താ അതിൻ്റെ അർത്ഥം? അതോ രാവിലെ നോക്കുമ്പോൾ ഭ്രാന്തി വരുമ്പോൾ പ്രതിഷ്ഠ പൊക്കടക്കണമില്ലല്ലോ, അല്ലെങ്കിലും ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുക അർത്ഥം പൂർണ്ണത്തിന് മാത്രമേ ഉറച്ചു നിൽക്കൂ. ആ പൂർണ്ണങ്ങളൊക്കെ ചലനം ഉണ്ടാവും. അപ്പോൾ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ പറഞ്ഞാൽ അതൊരു കല്ലോ അല്ലെങ്കിൽ ഒരു ഭാവന പോലുമല്ല, സർവത്ര നിറഞ്ഞത് എന്ന ധൈര്യം. അതുകൊണ്ടായി പ്രതിഷ്ഠ, ഭഗവാനെ പ്രതിഷ്ഠിക്കുക, പിന്നെ മാറ്റില്ല. ബ്രഹ്മണോ, ബ്രഹ്മത്തിൽ തന്നെ പ്രതിഷ്ഠനാണ്. അതിലെങ്ങനെയാണ്? അമൃതസ്യ, അമൃതം മരണമില്ലാത്തത്, മൃതം ച മാറ്റം, അമൃതം അമൃതസ്യ ച. പിന്നെ അവ്യയസ്യ ച, എത്ര എടുത്താലും തീരാത്തതാണ്. കാരണം ഇത് പൂർണ്ണമാണ് അല്ലേ? പൂർണ്ണമത പൂർണ്ണമിത, പൂർണ്ണത്തുനിന്ന് പൂർണ്ണം എടുത്താൽ പിന്നെയും പൂർണ്ണമാണ്. ഇതൊക്കെ ഒന്ന് മാത്തമാറ്റിക്സ് ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ബ്രഹ്മണ ഹി പ്രതിഷ്ഠ അഹം അമൃതസ്യ അവ്യയസ്യ. അതെങ്ങനെയാണ്? ശാശ്വതസ്യ. ശാശ്വതം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എടുക്കേണ്ടത് സമയഭാവന ഇല്ലാത്തത്. നമുക്ക് എന്ത് കാര്യങ്ങളിലും സമയഭാവന വേണം. സമയഭാവനയൊന്നും ശാശ്വതമല്ല, അങ്ങനെ മാറി മാറി വരുന്നത്. അതൊരു സങ്കല്പമാണ്. ശാശ്വതം എന്ന് പറഞ്ഞാൽ സമയത്തിനും അല്ലെങ്കിൽ ദേശകാല നിമിത്തത്തിന് അതീതം എന്ന് പറയുന്നില്ലേ, അതന്നെ പറയുന്നത്. അതാണ് എന്ത്? ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ത്രിഗുണാതീതം. ശാശ്വതസ്യ ധർമ്മസ്യ. ധർമ്മ എന്നാൽ നിലനിൽക്കുക. ധരതി ഇതി ധർമ്മ. മാത്രമല്ല മുണ്ടെടുത്തിട്ട് ധരിക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ? വസ്ത്രം ധരിക്കൂ. മറ്റേത് വസ്ത്രം അപ്പം നിങ്ങളൊന്ന് വിട്ടാൽ നിൽക്കണം, എന്നാലും എടുത്തിട്ട് ധരിച്ചാൽ നിങ്ങളുടെ ആയില്ലോ. അതാണ് ഇവിടെ ധരതിയും ചാൽ. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സത്വരജസ്തമോ ഗുണങ്ങളിലാണ് നിൽക്കുന്നത്. അത് വിട്ടിട്ടാ അത് ഇങ്ങോട്ട് എടുത്ത് നിങ്ങളിലേക്ക് ആക്കുവാൻ പിന്നെ സത്വമില്ല, രജസ്സും ധർമ്മമില്ല, അതൊക്കെ നിങ്ങളായി. ആത്മാവിന് രജസ്സും തമസും സത്വമില്ല. ഇപ്പോൾ അത് വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടോ തോന്നുക. അടുത്ത് ധരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിട്ടിട്ട് ഇങ്ങനെ ഒരു സത്വം ഉണ്ടെന്ന് തോന്നലില്ലാതെയാവൂ. അതാണ് ധരിക്കുക. നിങ്ങളായ പിന്നെ ധർമ്മസ്യ സുഖസ്യ. അത് എങ്ങനെയാണത്? സുഖസ്വരൂപമാണ്. ഇവിടെ സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഭൗതിക സുഖം എന്ന് എടുക്കരുത്, ആനന്ദം എന്ന് എടുക്കണം. കാരണം അടുത്ത വാക്കിൽ പറയുന്നുണ്ട് സുഖസ്യ ഏകാന്തികസ്യ ച, ഏകാന്ത സുഖം. ഈ ആനന്ദം എന്നുള്ളതിന് പകരം പറഞ്ഞു വെച്ചുള്ളൂ. ഏകാന്ത സുഖം, അന്തം ച അവസാനം. എല്ലാ ദിക്കിലും സുഖം മാത്രമേ ഉള്ളൂ, ഒരു ദിക്കിലേ അവസാനിക്കുള്ളൂ. മറ്റതങ്ങനെയല്ല. നമ്മുടെയൊക്കെ സുഖം വേറെ ചെന്ന ദുഃഖം, അത് കഴിഞ്ഞാൽ മിശ്രം അങ്ങനെ വരും. ഇത് അതില്ല. എന്താ കാരണം? ശാശ്വതമാണ്.
അതിന് ഏകാന്ത സുഖം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എവിടെ ചെന്നാലും സുഖമല്ലാണ്ടില്ല, ഒരു അന്തം ഇതിനുള്ളൂ. മറ്റത് ഈ ഗുണം പറഞ്ഞ് മാറുമല്ലോ. അതുമാതിരി സുഖം എന്ന് പറഞ്ഞാൽ ഒരു വടി പോലെയാണ്. ഒരു തലപ്പൊക്കെ സുഖമാണെങ്കിൽ മറ്റേതും ദുഃഖമാണ്. ഇതിന് ഇങ്ങേപ്പുറത്തൊരു അറ്റയില്ല, ഒരറ്റേ ഇതിനുള്ളൂ ഗുണാതീതന്. അതെന്താണത്? പരമാനന്ദം മാത്രം. അത് എന്നിട്ട് ഞാൻ ഉണ്ടെന്ന് അറിയാം, അതിന് എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല എന്നറിയാം, ഞാൻ പൂർണ്ണനാന്നറിയാം. അങ്ങനെയുള്ള ആളെയാണ് ഗുണാതീതൻ എന്ന് പറയുക. എന്ന് പറഞ്ഞ് ഏകദേശം ഒരു കഥ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത്രയും ആയാൽ ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. വാസ്തവത്തിൽ ഇത് പറയാൻ വയ്യാത്തതാണ്. ആ വാചകം ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾ ആരെങ്കിലും കേട്ടോട്ടെ. വാക്കിൽ ഒതുക്കാൻ പറ്റാതിനെ വാക്കിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ വാദം പരകലല്ലാണ്ട് ബോധം ഉണ്ടാവില്ല എന്നുണ്ടല്ലോ. വളരെ ശരിയാണ്. അതിലിപ്പോൾ ഗീതയിലുള്ള പല ശ്ലോകത്തിനും അത് പറയേണ്ടി വരും. എന്നാലും നമ്മൾ കുറെ പറയാറില്ലേ? അത് പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് 14-ാം അധ്യായം അവസാനിക്കുന്നു. ഇനി ഇവിടെ അടുത്ത അധ്യായത്തിൽ കൊണ്ട് ഇന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളുടെയും മൗലിക കാരണം ഈ ശരീരഭാവനയാണ്. ശരീരമല്ല, ശരീരഭാവന. ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതില്ലാതെ ആക്കണം. ശരീരം വേണ്ട, പോണ്ട, ശരീരഭാവന. ഞാൻ ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ വിഷമില്ല. 3 എണ്ണമുണ്ട് ശരീരത്തിൽ. 1 ഭൗതിക ശരീരം, 2 മനസ്സ്, 3 ബുദ്ധി. അങ്ങനെ 3 കാര്യങ്ങൾ. ഇതിൽ നിന്നാണ് നമുക്ക് ദുഃഖമൊക്കെ ഉണ്ടാവുന്നത്. ഇതവിടെ ഉണ്ടായിക്കോട്ടെ, അതായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് അറിഞ്ഞാൽ മതി. മനസ്സും ബുദ്ധിയും ശരീരവും പോവണ്ട, എന്നിട്ട് പിന്നെ കിട്ടിയൊരു കാര്യമില്ലല്ലോ. ഇതുണ്ടായിട്ട് അതിനോട് ബന്ധമില്ല പറഞ്ഞാൽ അത് സാധിക്കും. ഇതിനാണ് ഇപ്പോൾ 3 അധ്യായം വന്നത്. 13-ാം അധ്യായം ശരീരവും ശരീരിയും ഉള്ള വ്യത്യാസം. അപ്പോൾ അത് ശരീരമല്ല ഞാൻ, ശരീരം മാത്രമല്ല എന്നാണ് ഞാൻ പറയാറുള്ളൂ. ശരീരവും ആണ് ഞാൻ, അല്ലേ? അല്ലെങ്കിൽ ശരീരം മറക്കുമല്ലോ. ശരീരം മാത്രമല്ല ഞാൻ. അത് വ്യക്തമാക്കി 13-ൽ. 14-ൽ മനസ്സിനെ പറ്റിയ ഗുണങ്ങളൊക്കെ എന്ന് പറയണമല്ലോ. അതും ഞാനല്ല, മനസ്സ് എൻ്റെയാണ്. ഞാൻ മനസ്സല്ല, എൻ്റെ മനസ്സ്. എനിക്ക് അതിനെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അങ്ങനെയാവുമ്പോഴും നിങ്ങൾ ആരാവും? ത്രിഗുണാതീതനോ. ഇനി പറയാൻ പോണത് ബുദ്ധിയാണ്. അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. അതും ഞാനല്ല എന്ന് പറയാനാണ് 15-ാം അധ്യായം. അതുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അതൊക്കെ എൻ്റെയാണ്, ഞാനാണ് അതിനെ ഉപയോഗിക്കുന്നത്, ഞാനതിൻ്റെ സാക്ഷിയാണ് എന്ന് കഴിഞ്ഞാൽ എന്തായി? ശാസ്ത്രമായി. അപ്പോൾ അങ്ങനെ 15-ാം അധ്യായത്തിൽ ഇതിനെ ഈ ഒരു ശാസ്ത്രമാണ് എന്ന് അപ്പളേ പറയുള്ളൂ. ഇതിനെ ഗീതയേക്കാൾ ഭംഗിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പറയാണ്ട വയ്യ. ഭാഗവതത്തിൽ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് വായിക്കുകയായിരുന്നു. ബ്രഹ്മപ്രളയം എന്നൊരു ഭാഗമുണ്ട്. എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞാൽ അതില്ലാത്ത രസമായിട്ട്. അവിടെ ഇതിനെ ഉദാഹരണ സഹിതം അങ്ങോട്ട് പറയാം. ഇതിനേക്കാൾ മേലേന്ന് പറയാഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ തന്നെയാണ്. അവിടെ ശരീരഭാവനയാണല്ലോ നോക്കണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ വ്യത്യാസം തോന്നുന്നത് എങ്ങനെയാണ് എന്നൊരു നല്ല 3 ഉദാഹരണം. എന്തൊരു രസമെന്ന് പറഞ്ഞാൽ തരില്ല, ആർക്കും മനസ്സിലാവുന്നത്. ഇത്ര എളുപ്പമുള്ള ഉദാഹരണങ്ങൾ എങ്ങനെയാണ് ഈ ഋഷിക്ക് തോന്നുന്നത് നോക്ക്. നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഒരു കുടം വെച്ചിട്ടുണ്ട്, അതിൽ ആകാശമുണ്ട്, ഒഴിവ്. അതിന് പേര് ഘടാകാശം എന്നാണ് പറയാം, അല്ലേ? വാസ്തവത്തിൽ ഘടാകാശം എന്നൊന്നുണ്ടോ? മഹാകാശത്തിൽ ഒരു കുടത്ത് ആ ആകാശം കൊണ്ട് തന്നെ കുടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, അല്ലേ? ആ കുടം അങ്ങോട്ട് പൊട്ടിയാൽ എന്തായി? മഹാകാശമായി, അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ തന്നെ പരമാത്മാവാണ്, ശരീരമാകുന്ന ഒരു കുടം. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ധരിക്കുന്നത്. ആ ശരീരം പോണ്ട, ശരീരഭാവന ആണ് പോയാൽ ആരായി? പൂർണ്ണനായി, അല്ലേ? അപ്പോൾ ശരീരം കൊണ്ടുണ്ടാവുന്നൊരു തടസ്സം പോകാൻ ശരീരം പോകണ്ട, ശരീരഭാവന. വാസ്തവത്തിൽ ശരീരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊല്ലൊന്നും വേണ്ട, തന്നെ പോകുന്നുണ്ട്. നമ്മൾ അത് കണ്ടാൽ ഇത് ഇങ്ങനെ മരിച്ചു പോകുന്നതാണ്, ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് ഭാഗവതം പറയുന്നത്. അപ്പോൾ ശരീരഭാവന പോയാൽ സാധിക്കില്ല. കുടം, അതിൽ ആകാശം, മഹാകാശം. കുടം പൊട്ടിയാൽ കഴിഞ്ഞു. ഇനി മനസ്സിന് ചാലനാണ്.
അതെങ്ങനെയാണ് നിങ്ങളതിൻ്റെ ഉദാഹരണം? ഇപ്പോൾ വെള്ളത്തിൽ ഈ ചന്ദ്രൻ്റെ പ്രതിബിംബം അങ്ങനെ കാണുമല്ലോ ഇല്ലല്ലോ. ഒന്നാമത് ആ പ്രതിബിംബമല്ല ചന്ദ്രൻ മുകളിലാണ്, എന്നാലും പ്രതിബിംബം ഉണ്ടല്ലോ. അതുപോലെ മനസ്സ് ഈശ്വരന് വിട്ടതല്ല, ഈശ്വരൻ്റെ നിഴല ഈ മനസ്സ്. ആ മനസ്സും വാസ്തവത്തിൽ ഇളകണമൊന്നുമില്ല, വെള്ളം ഇളകണത് ആണല്ലോ. അപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ ഇളകണമെന്ന് തോന്നും. വാസ്തവത്തിൽ ചന്ദ്രൻ ഇളകത്തില്ല, പ്രതിബിംബം ഇളകണില്ല, വെള്ളമാണ്. അതുപോലെ ഇന്ന് നമുക്ക് വരുന്ന സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മനസ്സാണ് ഇളകണത്. ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്ന യാതൊരു ഇളക്കമില്ല, സുഖമായിട്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഇളക്കം ചന്ദ്രൻ്റെ ഇളക്കമായിട്ട് നമ്മൾ കാണുകയാണ്. ഇനി എന്താ വേണ്ട വെച്ചു, ഒന്നുകിൽ ആ വെള്ളം അങ്ങോട്ട് വറ്റുക, എന്നാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ മറ്റേ ചന്ദ്രനുമില്ല, ഈ പ്രതിബിംബ ചന്ദ്രനുമില്ല. വേണ്ടത് അങ്ങനെയാണ്. ഈ മനസ്സെന്നുള്ള ഭാവന മുഴുവനായിട്ട് പോയാൽ അപ്പം എന്തായി? നിങ്ങൾ ഈ ദേഹഭാവന മനസ്സ് ഭാവന അത് ഈശ്വരനായി, അപ്പം അതും സാധിച്ചു. അപ്പോൾ ഒന്ന് ശരീരഭാവന, രണ്ട് മനസ്സിൻ്റെ ഭാവന. ഇനിയും ഒരു വ്യത്യാസം വരുന്നത് ബുദ്ധിയുടെ. അതിനും എന്തൊരു ഭംഗിയുള്ള ഉദാഹരണം. അതിന് കാറ്റിനെ ആദ്യം എടുത്തുള്ളൂ. ഈ ഇവിടെ കാറ്റ് വളരെ ശക്തനാണ്, വമ്പൻ മരങ്ങളെയൊക്കെ ആകെ തട്ടിമറിച്ചളി കാറ്റ്. അതേ കാറ്റ് തന്നെയാണ് ശരീരം എന്ന ഉപാധിയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. എന്നിട്ട് ഇതിനെ ശ്വാസോച്ഛ്വാസം ചെയ്ത് നോക്കാണല്ലോ. ആ ഉപാധിയിൽ ഇങ്ങോട്ട് വന്ന വഴിക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് കടന്ന വഴിക്ക് ആ കാറ്റിന് ഈ ശരീരത്തിലെ ഒരു രോമം ഇളക്കാനുള്ള ശക്തിയില്ല. ശ്വാസം രോമം ഇളകുക സാധ്യമില്ലല്ലോ, അതിനിളക്കാൻ സാധിക്കില്ല. എൻ്റെ കാരണം ഉപാധിയിൽ ഞാൻ ശരീരമാണ്, ബുദ്ധിയുണ്ടല്ലോ. ആ ഞാൻ ശരീരമാണെന്നാൽ ബുദ്ധിപരമായുള്ള അതങ്ങോട്ട് മാറ്റിയാൽ ഈ ഉള്ളിലേക്ക് പോയ കാറ്റ് തന്നെയാണ് എന്ത് മഹാകാറ്റായിട്ട് നിൽക്കുന്നത്. അതിനെന്തും ചെയ്യാൻ സാധിക്കുമല്ലോ. മനസ്സിലാവും എന്നുള്ള പറയുന്നത്. അങ്ങനെ എത്രയൊരു ഭംഗിയാണ് പറയുന്നത്. ബ്രഹ്മപ്രളയം എന്നുള്ളതിൽ ഉള്ള ശ്ലോകമാണ്. അങ്ങനെ ശരീരത്തിന് ഈ കുടത്തിൻ്റെ മഹാകാശം, മറ്റേന് പ്രതിബിംബം ഇളകൽ, 3 കാറ്റ്, പൂർണ്ണമായ കാറ്റും ഈ ഉള്ളിലേക്ക് പോയ ദേഹം എന്നുള്ള ഇതിൽ. ഇങ്ങനെ ഇതിനെ 3നെയും മാറ്റിയാൽ നിങ്ങൾ ആരായി? പരമാത്മാവായി. ഇപ്പം തന്നെ പരമാത്മാവാണ്. എന്താ ഇതിന് വിഷമം വെച്ചാൽ ശരീരം മനസ്സ് ബുദ്ധി എന്നുണ്ടാകുമ്പോൾ അത് 3 തരത്തിൽ ഈ പരമമായ ശക്തിയെ ഒതുക്കണു. ഞാനിതിങ്ങനെ വിചാരിക്കുന്നു. വാസ്തവത്തിൽ അതിൻ്റെ തന്നെ ഒരു ഭാഗമായി പറഞ്ഞു നോക്കാം. അതൊന്ന് വിടുക കൊണ്ടു. അപ്പോൾ ജീവിതത്തിൽ അവസാനത്തെ ഭാഗമാണ്. ഭാഗവത്തിൽ ഇത് മനസ്സിലാക്കാനാണെന്നാണ് പറയുന്നത്. ബ്രഹ്മപ്രളയം ഈ ഇതേവരെ പറഞ്ഞ കഥകളൊക്കെ വെറുതെ കഥ പറഞ്ഞതാണ്. ഇതൊന്നും എന്താണ് യഥാർത്ഥമല്ല, ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടില്ല, വ്യവഹാരത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇത്രയും കഴിഞ്ഞ് അവസാനിച്ചിട്ട് അടുത്ത അധ്യായത്തിൽ ഇനി അപ്പോഴേ ബ്രഹ്മശിയോടെ പറയുന്നുള്ളൂ. ഒരു അധ്യായം 12 ശ്ലോകം കൊണ്ട്, 12ാം അധ്യായത്തിൽ 12 ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ട് ഭാഗവതം അവസാനിക്കാന്. അതിന് പേര് എന്താണ്? ബ്രഹ്മോപദേശം രാജാവിനോട്. ഹേ രാജാവേ, അങ്ങ് ഇതേവരെ കാര്യം മനസ്സിലായില്ലേ? അങ്ങ് ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, തക്ഷകനുമില്ല, കടിക്കലുമില്ല. ഇതെല്ലാം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഈ ത്രിഗുണങ്ങളെ പോലെ അതിൻ്റെ കൂട്ടലാണ്. ഇതിന്ന് ത്രിഗുണ അതീതനായാൽ നിങ്ങളിപ്പോഴും ഞാനും അങ്ങനെ ഞാൻ ഭാഗവതം പറയണില്ല, നിങ്ങൾ കേൾക്കണില്ല. ഈ പറയണത് ഒന്നും ഉണ്ടെങ്കിൽ ഇത് മുഴുവനും സാങ്കല്പിക്കണം. കാരണം സാങ്കല്പിക്കത്തിന് മാത്രമേ പലത് വയ്ക്കൂ. ഏകത്വത്തിന് അതിന് പലതുമില്ല. അതാണ് ആ ബ്രഹ്മമാണ്. അതുകൊണ്ട് അങ്ങ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് പുനഃ ശ്രോതും ഇച്ഛസീനി വല്ലതും കേൾക്കണോ ചോദിക്കും. രസിക്കാൻ പറയാണ്. കാരണം ഇനി എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട്, അറിയണമെന്നുണ്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊന്നും ഇവർക്ക് മനസ്സിലായില്ല എന്ന രസമാണല്ലോ. അപ്പോൾ രാജാവ് പറയും, അയ്യോ ഇനി ഒന്നും പറയാനില്ല, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല പേർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ആ ഇതിൻ്റെ ഉള്ളിൽ വളരെ സൂക്ഷ്മമാണ്. അതെന്താ? ഇനി അതിനുള്ളൊരു അനുജ്ഞ തന്നാൽ മതി. ശുഗബ്രഹ്മണൻ എന്താ ഈ അനുജ്ഞ തരേണ്ടത്? അതോ ഈ ശുഗബ്രഹ്മർഷി ബ്രഹ്മണ്, അതിന് ശരീരഭാവമില്ലാത്ത ആളാണ്. എന്താ പറയണത്? അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അവിടെ ശരീരം തന്നെ ഇല്ലാച്ചാൽ ഒരു തക്ഷകൻ അങ്ങോട്ട് ഉപയോഗിക്കുക. അദ്ദേഹം ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ ഒരു തക്ഷകൻ വേറെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അങ്ങ് ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നള്ളുക എവിടേക്കെങ്കിലും, എന്നിട്ട് ഈ ശരീരം വിടാൻ അനുഭവം തരിക.
അപ്പോൾ സുഖപുരുഷയ്ക്ക് മനസ്സിലാവും ഇത് ഈ പ്രാക്ടിക്കൽ ലൈഫിലും വേണമല്ലോ, അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമല്ലോ. എന്നിട്ട് സുഖപുരുഷയാണ് പോവും. അത് കഴിഞ്ഞ് പരീക്ഷ അവിടെ ഇരിക്കും. ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിനെ തൊട്ടു എന്നാ പറയുക. വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഭസ്മാക്കി. പരീക്ഷത്ത് ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, തർഷണം കടിക്കണമില്ല എന്ന് മനസ്സിലായി. ഇത് അറിയലാണ് ഭാഗവതത്തിൻ്റെ പരമലക്ഷ്യം എന്നാണ് ഭാഗവതം പറയുന്നത്. വാസ്തവത്തിൽ ഗീത പറയുന്നതൊക്കെ തന്നെ ഈ ഗീത പറയുന്നത് ഒന്നും കൂടി ഭംഗിയായിട്ടും കുറച്ചും കൂടി വ്യക്തമായിട്ടും ശാസ്ത്രീയം കുറേ കൂടിയിട്ട് ആണ് ഭാഗവതം. കാരണം ഇത് അർജുനനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ അത് പറഞ്ഞു കൊടുക്കുന്നത് ഉദ്ധവർക്ക. കാരണം ഉദ്ധവോ ബുദ്ധിസത്തമ, ബുദ്ധിമാന്മാരിൽ വെച്ച് മഹാത്മാവാണ് ഉദ്ധവൻ എന്നാണ്. അത് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞ ശേഷം ഇനി അടുത്ത ഈ അധ്യായം എന്താണ്, ബുദ്ധിപരമായിട്ടും അത് കുറച്ചുകൂടി രസികത്വം കൂടും, നല്ല ബുദ്ധി ഉണ്ടാവുകയാണ്. 15-ന് അതിന് പുരുഷോത്തമ യോഗം. പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ 3 പറഞ്ഞല്ലോ. അധമൻ മധ്യമൻ എന്ന് പറഞ്ഞാൽ മോശമെന്നർത്ഥമല്ല. അധമനുണ്ട്, മധ്യമനുണ്ട്, എന്നാലേ ഉത്തമനുള്ളൂ. ഈ 3 വരുമ്പോൾ ഒന്നിന് ആദ്യം നമ്മൾ എന്താണ് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. സത്വഗുണം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കാരണം രജോ ഗുണം തമോ ഗുണം ഇല്ലെങ്കിൽ എന്ത് സത്വഗുണ എല്ലാം ഉണ്ട്. അതിൻ്റെ പരമകാഷ്ഠയാണ് അടുത്ത 15-ാം അധ്യായം. അത് അടുത്ത പ്രാവശ്യം എടുക്കാം.